നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ ഹൃദയഭേദകമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. യോധ എന്ന ഒരൊറ്റ ഹിറ്റ് ചിത്രത്തിലൂടെ തന്നെ മലയാളത്തിന്റെ പ്രിയ സംവിധായകനായി മാറിയ സംഗീത് ശിവൻ അദ്ദേഹം അന്തരിച്ചൊരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. പ്രശസ്ത സംവിധായകൻ എന്നതിലുപരി മികച്ച ഛായാഗ്രാഹകൻ കൂടിയായിരുന്ന സംഗീത് ശിവൻ മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് 65 വയസ്സായിരുന്നു. ഏകദേശം ഒരു 3 വർഷക്കാലം മുൻപ് കൊറോണ സമയത്തും അദ്ദേഹം വളരെയധികം ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിലായിരുന്നു. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് ചില അസുഖങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. 1959 ഛായാഗ്രാഹകനും ഹരിപ്പാട് സ്വദേശിയും സംവിധായകനുമായ ശിവന്റെയും ഹരിപ്പാട് സ്വദേശിനിയായ ചന്ദ്രമണിയുടെയും മകനായി തിരുവനന്തപുരത്തിനടുത്ത് പോങ്ങുമൂട്ടിൽ ജനിച്ചത്. ശ്രീകാര്യം ലോയോള സ്കൂളിൽ പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം തിരുവനന്തപുരം MG കോളേജ്, മാർവാനിയസ് കോളേജുകളുമായി പ്രീ ഡിഗ്രിയും BCom ബിരുദവും കരസ്ഥമാക്കി. ചെറുപ്രായത്തിൽ തന്നെ കായിക രംഗത്ത് വളരെയധികം താല്പര്യം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. പ്രധാന കായിക ഇനങ്ങളെന്ന് പറയുന്നത് ഹോക്കിയും ക്രിക്കറ്റുമായിരുന്നു. കേരളത്തെയും കേരള സർവകലാശാലയും പ്രതിനിധീകരിച്ച് അദ്ദേഹം നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നു. പിന്നീടാണ് സിനിമയിലേക്ക് തിരിയുന്നത്. യോധ, ഗാന്ധർവം എന്നീ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകൻ കൂടിയാണ് അദ്ദേഹം. സംവിധായകൻ സന്തോഷ് ശിവൻ ഇദ്ദേഹത്തിന്റെ സഹോദരൻ കൂടിയാണ്. ചലച്ചിത്ര ലോകത്തേക്ക് ആകർഷണമായ അദ്ദേഹം എല്ലാ വിഭാഗങ്ങളിലും പെട്ട ചിത്രങ്ങളും അക്കാലത്ത് കണ്ടിരുന്നു. ചലച്ചിത്ര ലോകത്തെ അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാർ അച്ഛനും സഹോദരനുമാണ്. തന്റെ ബിരുദ പഠനം പൂർത്തീകരിച്ച ശേഷം 1976 അച്ഛനോടൊത്ത് പരസ്യങ്ങളിലും അതുപോലെ ഡോക്യുമെന്ററികളിലും വർക്ക് ചെയ്യുവാൻ തുടങ്ങി. ശേഷം തന്റെ സഹോദരൻ സന്തോഷ് ശിവനുമായി ചേർന്ന് ഒരു പരസ്യ കമ്പനിക്കും രൂപം നൽകി. അച്ഛൻ ശിവൻ സംവിധാനം ചെയ്തിരുന്ന ഡോക്യുമെന്ററികളിൽ അച്ഛനെ സംവിധാനത്തിൽ സഹായിച്ചിരുന്നത് സംഗീതായിരുന്നു. അതിൽ ക്യാമറ കൈകാര്യം ചെയ്തിരുന്നത് സന്തോഷ് ശിവനും. അതിനുശേഷം പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫിലിം അപ്രീസിയേഷൻ കോഴ്സും ചെയ്തു. ആ പഠനകാലം അദ്ദേഹത്തെ ലോക സിനിമകളിലെ ക്ലാസിക്കുകളുമായി പരിചയപ്പെടുത്തുകയായിരുന്നു. ചലച്ചിത്ര ലോകത്ത് തന്റെ വഴിയെന്നും താൻ ഏതുതരം ചിത്രങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള ദിശാബോധം അദ്ദേഹത്തിന് ലഭിച്ചതുപോലും ആ കാലഘട്ടത്തിലായിരുന്നു. മലയാള ചലച്ചിത്ര സംവിധായകരായ ഭരതനും പത്മരാജനും അദ്ദേഹത്തെ ഒരുപാട് സ്വാധീനിച്ചതായും പറയുന്നു. ആദ്യ ചിത്രത്തിൽ തന്നെ വലിയ താരനിരയെ ഒഴിവാക്കി തന്റെ സാന്നിധ്യം അറിയിക്കുവാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. അതിനുപദേശിച്ചത് സന്തോഷ് ശിവൻ തന്നെയായിരുന്നു. അങ്ങനെയാണ് 90-ൽ രഘുവരനെയും സുകുമാരനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സാഗ ഫിലിംസിന് വേണ്ടി വ്യൂഹം എന്ന ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്തത്. ചിത്രം വിജയിക്കുകയും അവതരണത്തിലെ പുതുമ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. പിന്നീടാണ് മോഹൻലാലിനെ നായകനാക്കി യോധ എന്ന സിനിമ സംവിധാനം ചെയ്തത്. മലയാളത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്നായി അത് മാറിയിരിക്കുന്നു. യോധയിലൂടെ AR റഹ്മാനെ മലയാളത്തിലേക്ക് എത്തിച്ചതും സംഗീത് ശിവനായിരുന്നു. ഹിന്ദി സംഗീത സംവിധായകനായ ആഘോഷിന് തന്റെ കരിയറിലെ ഏറ്റവും വലിയ ബ്രേക്ക് നൽകിയതും സംഗീത് ശിവനായിരുന്നു. കൂടാതെ ഡാഡി, ഗാന്ധർവം, നിർണയം തുടങ്ങി 6ഓളം ചിത്രങ്ങളാണ് സംഗീത് ശിവൻ മലയാളത്തിൽ ഒരുക്കിയത്. ഇഡിയറ്റ്സ് എന്നൊരു ചിത്രം നിർമ്മിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ബന്ധുക്കളായ സഞ്ജീവ് ശങ്കറും മനോജ് സിഡിയും മലയാളത്തിൽ ഛായാഗ്രാഹകന്മാരാണ്. മറ്റൊരു ബന്ധു സുബിൽ സുരേന്ദ്രൻ സംവിധാന രംഗത്തുമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ ജയശ്രീ, മക്കൾ സജന പ്രൊഫഷണൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ, ശന്തനു മാസ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥി കൂടിയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.